എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രനെ വെയിറ്റ് ചെയ്ത് വീണ്ടും പുറത്ത് തന്നെ നിൽക്കുകയാണ് ഗോവർദ്ധൻ. അയാൾ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ജോലിക്കാരനായിട്ടുള്ള ആൻ്റപ്പൻ അകത്തേന്ന് വിവരം തിരക്കുന്നുണ്ട്. അവരുടെ സംസാരം തീരാൻ ഒരുപാട് നേരം എത്തുമോ, എപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റുമെന്നൊക്കെയായിരുന്നു ആൻ്റപ്പനോട് ചോദിക്കാൻ പറഞ്ഞ കാര്യം. സംസാരിച്ചു തീരാൻ ഇനിയും നേരം എടുക്കും, ലേറ്റ് ആവാനാ സാധ്യതയെന്ന് അയാൾ ഇപ്പോൾ ഗോവർദ്ധനോട് പറയുന്നത്. അവിടെ തന്നെ പണിക്കേക്കുന്ന ഒരാൾ ഇപ്പോൾ ഗോവർദ്ധനോടെ ചോദിക്കുന്നുണ്ട്, എന്നതാ സംഭവം, എന്ത് സംഭവം എന്നാണ് ഗോവർദ്ധൻ ചോദിക്കുന്നത്. കരൺ വീണ്ടും ഗോവർദ്ധനോടെ പറയുക, നിങ്ങളുടെ കൂടെ വന്ന പാർട്ടിയിലെ എന്തോ വലിയ പ്രോബ്ലം ആയിട്ടാ വന്നേക്കുന്നത്, എന്ത് പ്രശ്നമെന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ മറുപടി ജോലിക്കാരൻ, നിങ്ങളുടെ കൂടെ വന്ന ആളില്ലേ എന്തോ പ്രശ്നമായിട്ടാ വന്നിരിക്കുന്നത്. അയാൾ പറഞ്ഞു കേട്ടിട്ട് കേണൽ സാബ് ആകെ തീ പിടിച്ച പോലെ നിൽക്കുന്നു. പ്രശ്നം എന്തെന്നും തനിക്കറിയില്ല, അത് ബാലേട്ടന് മാത്രമേ അറിയത്തുള്ളൂന്ന ഗോവർദ്ധന്റെ മറുപടി. അതിനുശേഷം അയാൾ ഫോണെടുത്ത് വൈഫ് സുലുവിനെ വിളിക്കുന്നുണ്ട്. ഫോണെടുത്ത് വരെ വൈഫ് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്നത്തെ വരവിന്റെ കാര്യം, ഉടനെ എങ്ങാനും ഇറങ്ങുമോ? മറുപടിയായി ഗോവർദ്ധൻ, ഇന്നത്തെ വരവിന്റെ കാര്യം സംശയം, ബാലേട്ടന്റെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അപ്പൊ എങ്ങനെയാ റൂം എടുത്ത് താമസിക്കുമോ അത് ഇന്ന് തന്നെ തിരിക്കുമോ എന്നാണ് ഭാര്യയുടെ ചോദ്യം. അതല്ല ഇനി ബാലേട്ടൻ വന്നിട്ട് വേണം തീരുമാനിക്കാവുന്ന ഗോവർദ്ധന്റെ മറുപടി. അതിനുശേഷം അല്പം വൈകാതെ തന്നെ ബാലേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ട്. ഡോർ തുറന്നിട്ട് ബാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഉറങ്ങിയല്ലേ, ഇതിപ്പോ എത്ര നേരമായി എന്നാ ഗോവർദ്ധന്റെ മറുപടി. കുറെ അധികം തന്നെ സംസാരിക്കാനുണ്ടായിരുന്നത് ബാലൻ ഗോവർദ്ധനോട്. ഇനിയിപ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞ് അവർ കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നത് നോക്കി സ്റ്റാൻലി ജോസഫ് അങ്ങനെ തന്നെ നിൽക്കുന്നു. യാത്ര ചെയ്യുന്നതിനിടെ ഗോവർദ്ധൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ട ഇനി എങ്ങോട്ടേലും ആരെങ്കിലും കാണാൻ പോകണോ? തനിക്കിനി ആരെയും കാണാനില്ലെന്നാണ് ബാലന്റെ മറുപടി. നമുക്കെന്തായാലും പുനരൂർ ചെന്ന് ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാവുന്നതാണ് ബാലൻ ഗോവർദ്ധനോട് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ, തനിക്ക് ക്ഷീണമൊന്നുമില്ല, വേണമെങ്കിൽ പാല വരെ വണ്ടി ഓടിച്ചു പോകാം, എന്നാൽ എനിക്ക് ക്ഷീണമുണ്ടെന്ന് ബാലൻ ഗോവർദ്ധനോട് പറയുന്നു. അതിനുശേഷം ഗോവർദ്ധൻ ബാലനോട് ചോദിക്കുന്നുണ്ട്, നമ്മള് വന്ന കാര്യം വല്ലതും നടന്നോ? വന്ന കാര്യത്തിന് എന്തായാലും ഫലമുണ്ടാവുന്നു തന്നെയാ എനിക്ക് തോന്നുന്നതെന്ന് ബാലൻ ഗോവർദ്ധനോട്. ഈ സമയം കൊല്ലപ്പള്ളിയിൽ ബബിതയും കൃഷ്ണയും അലീനയും രോഹിത്തും എല്ലാവരും ഒത്ത് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണ എല്ലാവരോടുമായി ചോദിക്കുന്നത്, അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ പറഞ്ഞേ, പക്ഷെ ഇതുവരെ വന്നില്ലല്ലോ. അങ്ങനെ അവർ അലീനയുടെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കുന്നതും ഇന്ന് ചിലപ്പോൾ വരാനും വരാതിരിക്കാനുമുള്ള സാധ്യതയുണ്ടെന്നറിയുന്നു. വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയ ശേഷം ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധൻ ഇപ്പോൾ ബാലേന്ദ്രനോടെ ചോദിക്കുന്നു, ബാലേട്ട എന്തിനാ അലീന എന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി ഇതിനു മാത്രം കടന്നോടുന്നത്? ഇത്രയും നാള് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. ബാലേന്ദ്രൻ ഗോവർദ്ധനോടെ പറയുന്നുണ്ട്, കുറെ കാലമായില്ലേ നീ എന്റെ വിശ്വസ്തനായി കൂടെ കൂടിയിട്ട്, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ സ്വസ്ഥത തന്നെ പോയിരിക്കും. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതിന് മുമ്പ് നല്ലതായിട്ടൊന്ന് ആലോചിച്ചോ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് അറിയണോ വേണ്ടിയോ എന്ന്. ബാലൻ പറഞ്ഞത് കേട്ടിട്ട് അല്പം ഒന്ന് ആലോചിച്ച ശേഷം ഗോവർദ്ധൻ ബാലനോടെ പറയുന്നു, എന്തൊക്കെയായാലും തനിക്ക് കാര്യങ്ങളൊക്കെ അറിയണം, അങ്ങനെയെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ അറിയണോ അത് റൂമിൽ പോയിട്ട് അറിയണോ എന്നാണ് ബാലന്റെ ചോദ്യം. എന്തായാലും റൂമിൽ പോയിട്ട് മതി എന്നാണ് ഗോവർദ്ധന്റെ മറുപടി. ഈ സമയം റൂമിൽ വെച്ച് ഗോവർദ്ധൻ വീണ്ടും ബാലചന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം എന്നോട് പറയാമെന്ന് പറഞ്ഞല്ലേ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാവുന്നതാണ് ബാലൻ ഇപ്പോൾ ഗോവർദ്ധനോട് പറയുന്നത്. എന്നാൽ കാര്യം എന്താണെന്ന് അറിയണമെന്ന് പറയുന്ന ഗോവർദ്ധനോടായി ബാലൻ മുൻകൂട്ടി പറയുന്നുണ്ട്, ഇത് അറിയുന്നവരുടെയൊക്കെ സമാധാനം ഇല്ലാതാകും. അതിനിപ്പോൾ മറ്റൊന്നാണ് ബാലനോടായി ചോദിക്കുന്നത്, ഇത് താൻ അറിയുന്നതോടുകൂടി ബാലേട്ടന് എന്തെങ്കിലും അഭിമാന നഷ്ടമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ എനിക്കറിയണ്ട. മറുപടിയെ ബാലൻ, അങ്ങനെയൊന്നും ഇനി എനിക്ക് സംഭവിക്കാനില്ല, ഇപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. മാത്രമല്ല താൻ എത്രയൊക്കെ ആലോചിച്ചാലും ഞാൻ പറയാതെ ആ കാര്യം എന്താണെന്ന് തനിക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ തേടി വന്ന മറ്റേ സ്റ്റാൻലി ജോസഫ് ഇല്ലേ, അയാളെ മുമ്പ് പരിചയം പോലും ഇല്ലല്ലോ, പിന്നെന്തിനാ ഇത്രയും ദൂരം അയാളെ കാണാനായി വന്നതെന്നാണ് ഗോവർദ്ധന്റെ ചോദ്യം. നമ്മൾക്കറിയില്ലെങ്കിലും കൊല്ലപ്പള്ളിക്കാർക്ക് എല്ലാം തന്നെ അറിയാവുന്നതാണ് ബാലന്റെ മറുപടി. എല്ലാരെക്കാട്ടിലും കൂടുതൽ അറിയുന്നത് വൈജയന്തിക്കാണ്. എന്തൊക്കെയാ ബാലേട്ടനീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ഗോവർദ്ധൻ. ബാലചന്ദ്രൻ എങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. സ്റ്റാൻലിയാണ് അലീനയുടെ അച്ഛൻ. ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നെന്തിനാ അലീന ഓർഫനാണെന്ന് പറഞ്ഞ് ഏട്ടന്റെ വീട്ടിൽ വന്നതെന്നാണ് ഗോവർദ്ധന്റെ ചോദ്യം. കാരണം അലീനയ്ക്ക് കാര്യമൊന്നും അറിയില്ല, അവൾ ഇന്നേ വരെ അയാളെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇത് ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞുവെന്നാണ് ഗോവർദ്ധൻ ചോദിക്കുന്നത്. ഗംഗേട്ടൻ വഴിയാണ് തനിക്ക് പരിചയമെന്ന് ഗോവർദ്ധനോടെ ബാലൻ പറയുന്നു. ബട്ട് ആഗ്ര കൺട്രോൾമെന്റില് ഗംഗേട്ടന് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇളയ കുട്ടിയെ നോക്കാനായിട്ടാണ് വൈജ ആദ്യം കൊണ്ടുപോയത്. ഇവിടുന്ന് വൈജ മടങ്ങുന്ന വഴിക്ക് ഒരു കുട്ടിയെ കൂടി കൊടുത്തയച്ചാണ് സ്റ്റാൻലി മടക്കിയതെന്ന് ബാലൻ ഇപ്പോൾ ഗോവർദ്ധനോടെ പറയുന്നു. എന്തിനാ ഏതെങ്കിലും ഒരു കുട്ടിയെ വൈജയുടെ കയ്യിൽ കൊടുത്തയച്ചെന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ അതിന്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് കൊടുത്തയച്ചതെന്നാണ് ബാലന്റെ മറുപടി. ഇത് കേട്ട ഞെട്ടലിലാണ് ഗോവർദ്ധൻ. ഏട്ടന് ഈ കാര്യമൊന്നും വിവാഹത്തിന് മുമ്പ് അറിയില്ലായിരുന്നു എന്നാണ് ഗോവർദ്ധൻ ചോദിക്കുന്നത്. ഞാനിതൊക്കെ അറിഞ്ഞിട്ട് വെറും 6 മാസമായിട്ടുള്ളൂ എന്നാണ് ബാലന്റെ മറുപടി. ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞെന്ന് ചേച്ചിക്ക് അറിയുമോ എന്നാണ് ഗോവർദ്ധന്റെ ചോദ്യം. ഇല്ല, അതല്ലേ എൻ്റെ ആയുധം, അതാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമെന്ന് ഗോവർദ്ധനോട്. ഇതെല്ലാം കേട്ട ഞെട്ടില്ല ഗോവർദ്ധൻ ബാലനോടെ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല,
ഇതൊക്കെ സത്യം തന്നെയാണോ? ഇനി സമ്മതിക്കുന്ന ഈ രഹസ്യം മനസ്സിലാക്കിയ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഗോവർദ്ധൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.